അച്ഛനുമായി വഴക്കിട്ട ഇവൻ പുതിയൊരു ഹോട്ടൽ തുടങ്ങുന്നു. ഹോട്ടൽ തുടങ്ങിയെങ്കിലും കാര്യമായ കച്ചവടം ഒന്നും ഉണ്ടായിരുന്നില്ല. കടയുടെ മുന്നിലുള്ള ഒരു മാവ് കൊണ്ട് ആൾക്കാർക്ക് കട ശ്രദ്ധിക്കാൻ കഴിയില്ലെന്ന് അവൻ തിരിച്ചറിയുന്നു. ബിസിനസ് മോശമായ സാഹചര്യത്തിൽ അവൻ ഇഷ്ടപ്പെടുന്ന പെൺകുട്ടിയെ മറ്റൊരാൾക്ക് വിവാഹം ഉറപ്പിക്കാൻ അവളുടെ അച്ഛൻ ശ്രമിക്കുന്നു. അവൻ ആ മരം മുറിക്കാൻ നോക്കുന്നു. പക്ഷെ അവന് മനസ്സിലാവുന്നു മരമല്ല അവിടുത്തെ ഭക്ഷണമാണ് പ്രശ്നമെന്ന്. അതുമാത്രമല്ല അവിടുത്തെ വീട്ടിലെ വേസ്റ്റ് എല്ലാം തൊട്ടടുത്തുള്ള പറമ്പിലിടുന്നതുകൊണ്ട് കടയിലേക്ക് സ്മെല്ല് വരുന്നതും ഒരു പ്രശ്നമായിരുന്നു. അവസാനം അവൻ ആ പറമ്പിന്റെ അടുത്ത് ഒരു ചെറിയ ദൈവത്തിന്റെ പ്രതിഷ്ഠ വയ്ക്കുന്നു. അങ്ങനെ ആളുകൾ അവിടെ വേസ്റ്റ് ഇടുന്ന് നിൽക്കുന്നു. അവൻ ഒരുപാട് പുതിയ ഭക്ഷണങ്ങൾ ഉണ്ടാക്കാൻ നോക്കുകയും പക്ഷെ ഒന്നും റെഡി ആവാതിരിക്കുകയും ചെയ്യുന്നു. പ്രതിസന്ധികൾക്കിടയിൽ അവൻ സ്വന്തമായി ഒരു പുതിയ തരം മാങ്ങാ ചട്നി ഉണ്ടാക്കാൻ ശ്രമിക്കുകയും അത് വലിയ വിജയമാവുകയും ചെയ്യുന്നു. ഈ രഹസ്യക്കൂട്ട് കടയെ പ്രശസ്തമാക്കുന്നു. അവസാനം അവൻ ഇഷ്ടപ്പെടുന്ന പെണ്ണിന്റെ വിവാഹ നിശ്ചയത്തിന് എത്തുന്നു. അവിടെ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളിൽ ഇടപെടുകയും പിന്നീട് വീട്ടുകാരുടെ സമ്മതത്തോടെ ഇരുവരും വിവാഹിതരാകുകയും ചെയ്യുന്നു.